ഇവിടെ ഓസ്ട്രേലിയയിലുണ്ടല്ലോ 2 സീസണിലായിട്ടാണ് കേട്ടോ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഒന്നാമത്തെ ക്രിസ്മസ് അവർ ക്രിസ്മസ് ഇൻ ജൂലൈ അല്ലെങ്കിൽ വൈറ്റ് ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് ജൂലൈയിൽ ആഘോഷിക്കും. കാരണം ഇവർക്ക് അവർ ക്രിസ്മസിൻ്റേതായ ഒരു തണുപ്പും വിൻ്ററും ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ജൂലൈയിലൊന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ബട്ട് സ്റ്റിൽ അവരുടെ വലിയ ആഘോഷം വരുന്നത്, അവരുടെ മെയിൻ ആഘോഷം വരുന്നത് നമ്മളെപ്പോലെ ഡിസംബർ 25-നാണ്. ഇവിടെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ക്രിസ്മസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു ഇവരുടെ മെയിൻ ആഘോഷം ഈ ക്രിസ്മസ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊരു നവംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും എല്ലാ വീടുകളും അങ്ങനെയുള്ള എല്ലാം അവർ അലങ്കരിക്കാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇത് ഞങ്ങളുടെ റെസ്റ്റ് ഹോമിലെ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള അലങ്കാരപ്പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് കേട്ടോ ഓസ്ട്രേലിയയിലുള്ളത്. പക്ഷേ ഞാൻ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കല്ലാന്നേ പറയാനുള്ളൂ. കാരണം എൻ്റെ ചൈൽഡ്ഹുഡിലെ ക്രിസ്മസാണ് ഞാൻ ആഘോഷിച്ചിട്ടുള്ളതും സന്തോഷിച്ചിട്ടുള്ളതും. എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല. ഞങ്ങളങ്ങനെ ഭയങ്കര ആക്റ്റീവ്ലി ആഘോഷിക്കുന്നവരൊന്നുമല്ല. പക്ഷേ എൻ്റെ ഓർമ്മകൾ എപ്പോഴും എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുന്ന ഓർമ്മകളാണ്. ഞങ്ങളുടെ വല്യമ്മച്ചി ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു വല്യമ്മച്ചിയുടെ അടുത്ത് പോവുക. അപ്പോൾ അമ്മച്ചി എന്താണേലും ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും കുറച്ച് അമ്മച്ചിയുടെ സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ, അച്ചപ്പവും ഉണ്ടയൊക്കെ. അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയും ഭയങ്കര സന്തോഷമായിരുന്നു ആ ദിവസങ്ങൾ. പിന്നെ അപ്പം, സ്റ്റൂ, പിടിയിറച്ചി ഇതൊക്കെ കിട്ടുന്ന സമയമാണ്. അന്നേരം ഞങ്ങൾ പിള്ളേരെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ദിവസങ്ങളാണ് കേട്ടോ അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് പാപ്പകളുടെ വരവ് ക്ലബ്ബുകളിൽ നിന്നും പള്ളികളിൽ നിന്നൊക്കെയുള്ള വരുന്നത്. എന്ത് പറഞ്ഞാലും എൻ്റെ ഓർമ്മകൾ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് തന്നെയാണ് കേട്ടോ. ഡിസംബറാണ് എൻ്റെ ഫേവറേറ്റ് സീസൺ. പക്ഷേ പണ്ടത്തെ അത്രയും ഞാനിപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല.